നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡൻസ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. മാപ്പ് പറഞ്ഞ മാർട്ടിൻ. പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നുമുള്ള ജിം ഗാവിന്റെ പിന്മാറ്റത്തിന് പിന്നാലെ ഫിയന്ന ഫീൽ നേതാക്കളോട് മാപ്പ് പറഞ്ഞ് പ്രധാനമന്ത്രി മൈക്കിൾ മാർട്ടിൻ. ഗാവിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കേണ്ടി വന്നതിൽ തനിക്ക് ഖേദമുണ്ടെന്ന് മാർട്ടിൻ പറഞ്ഞു. അധിക്ഷേപത്തിന് ഇരയായി തൊഴിലാളികൾ. അയർലൻഡിൽ റീറ്റെയിൽ ബാർ ജീവനക്കാർ വ്യാപകമായി വാക്കാലുള്ള അധിക്ഷേപങ്ങൾക്ക് ഇരയാകുന്നതായി കണ്ടെത്തൽ. മാൻഡേറ്റ് ട്രേഡ് യൂണിയൻ അംഗങ്ങളിൽ നടത്തിയ സർവേയിൽ 66% പേരാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. വളർച്ചയുടെ വേഗത കുറയുന്നു. അയർലൻഡിൽ വീടുകളുടെയും അപ്പാർട്ട്മെന്റുകളുടെയും ചോദിക്കുന്ന വിലയുടെ വളർച്ചയുടെ വേഗത കുറയുന്നു. ഈ വർഷം രണ്ടാം പാദവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളർച്ചയിൽ 0.4% കുറവാണ് മൂന്നാം പാദത്തിൽ ഉണ്ടായത്. ഡബ്ലിനിൽ പുതിയ അഭയകേന്ദ്രം. ഡബ്ലിനിൽ പുതിയ ഗാർഹിക പീഡന അഭയകേന്ദ്രം തുറക്കുന്നു. ചാരിറ്റിയായ സോനാസ് ആണ് അഭയകേന്ദ്രത്തിന്റെ നടത്തിപ്പുകാർ. NGO ആയ റുഹാമയുമായി ബന്ധപ്പെടുന്ന മനുഷ്യക്കടത്തിന് ഇരയായവരുടെ എണ്ണത്തിൽ വർധനവ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സംഘടനയുമായി ബന്ധപ്പെട്ടവരുടെ എണ്ണത്തിൽ 35% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. അമിത മത്സ്യബന്ധനം നടത്തുന്ന യൂറോപ്യൻ യൂണിയനിൽ ഉൾപ്പെടാത്ത രാജ്യങ്ങൾക്ക് വ്യാപാര ഉപരോധം ഏർപ്പെടുത്തണമെന്ന ആവശ്യവുമായി മത്സ്യത്തൊഴിലാളികൾ. അമിതമായി അയല മത്സ്യത്തെ പിടിക്കുന്നതിനെതിരെ നടപടി വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. അയർലൻഡിൽ പുതുതായി 60,733 വോട്ടർമാർ. വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കുന്നതിനും നിലവിലുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുമായി 91,000-ലധികം അപേക്ഷകളാണ് കമ്മീഷൻ മുൻപാകെ ലഭിച്ചത്. കരുത്ത് കാണിക്കാൻ വീരന്മാർ. ചരിത്രത്തിലാദ്യമായി അയർലൻഡിൽ അന്താരാഷ്ട്ര വടംവലി മത്സരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ച് ടഗ് ഓഫ് വാർ അയർലൻഡ്. ഈ മാസം 25-നാണ് വാശിയേറിയ പോരാട്ടം. ഡബ്ലിനിൽ അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ. കൗണ്ടി ഡബ്ലിനിൽ അസ്ഥികൂടം കണ്ടെത്തി. ഡബ്ലിൻ 12-ലെ നാസ് റോഡിലെ വീടിന് സമീപത്ത് നിന്നാണ് അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയത്. പ്രതിസന്ധിയിൽ കുടുംബങ്ങൾ. കൗണ്ടി കെറിയിൽ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിട്ട് 14 കുടുംബങ്ങൾ. സെറിക്കോയുടെ ലോററ്റോ കോൺവെന്റ്സ് എസ്റ്റേറ്റിലെ വീടുകളിൽ താമസിക്കുന്നവർക്കാണ് വീടൊഴിയാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് ലഭിച്ചത്. ലാസ്ലോ ക്രാസ്നഹോർക്കായി നൊബേൽ. സാഹിത്യത്തിനുള്ള ഈ വർഷത്തെ നോബൽ പുരസ്കാരം ഹംഗേറിയൻ എഴുത്തുകാരൻ ലാസ്ലോ ക്രാസ്നഹോർഗയ്ക്ക്. ഭാവാത്മകവും പ്രവചനാത്മക സ്വഭാവമുള്ള രചനകളാണ് അദ്ദേഹത്തെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. വിദേശ സർവീസിൽ നിന്നും നയതന്ത്ര ഉദ്യോഗസ്ഥനെ പുറത്താക്കി അമേരിക്ക. ചൈനീസ് യുവതിയുമായുള്ള പ്രണയബന്ധം കണ്ടെത്തിയതോടെയാണ് നടപടി. ഇന്ത്യയിൽ UK സർവകലാശാലകൾ ആരംഭിക്കും. 9 UK സർവകലാശാലകൾ ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ച് ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാലകൾ. റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിച്ചതും US-ഉമായുള്ള വ്യാപാര ചർച്ച നീണ്ടുപോകുന്നതുമാണ് ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ കാരണം. പാലക്കാട് വാണിയംകുളത്ത് DYFI നേതാവ് വിനേഷിന് നേരെ ആക്രമണം. DYFI ബ്ലോക്ക് സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കമന്റിട്ടതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ആക്രമണത്തിന് പിന്നിൽ. ദേശീയപാത 66-ന്റെ ഉദ്ഘാടനം 2026 ജനുവരിയിൽ നടക്കും. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസാണ് ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാനെ തകർത്ത ഓസീസ്. വനിതാ ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ തകർപ്പൻ ജയമായി ഓസീസ്. പാകിസ്ഥാനെ 107 റൺസിനാണ് ഓസീസിന്റെ പെൺപട തകർത്തത്. റിങ്കു സിംഗിന് ഭീഷണി. 5 കോടി രൂപ ആവശ്യപ്പെട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് താരം റിങ്കു സിംഗിന് ഭീഷണി. ദാവൂദ് ഇബ്രാഹിമിന്റെ സംഘമാണ് ഭീഷണിക്ക് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ. അയർലൻഡിൽ സ്ഥിരതയുള്ള കാലാവസ്ഥ തുടരും. അയർലൻഡിൽ സ്ഥിരതയുള്ള കാലാവസ്ഥ തുടരും. ഈ വാരാന്ത്യവും അടുത്ത വാരവും തെളിഞ്ഞ വരണ്ട കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക. വീണ്ടും മഴ. സംസ്ഥാനത്ത് വീണ്ടും മഴ വരുന്നു. അടുത്ത 5 ദിവസം മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതേ തുടർന്ന് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.